ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു അവർ ചാനൽ. 5ാം ക്ലാസ്സിൻ്റെ സോഷ്യൽ സയൻസ് ക്ലാസ്സിലേക്ക് എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം. അപ്പോൾ നമുക്ക് എല്ലാവർക്കും അറിയാം എന്താണ് ഇപ്രാവശ്യം മുതൽ നമുക്ക് പുതിയ ടെക്സ്റ്റാണ്. അപ്പോൾ പുതിയ ടെക്സ്റ്റിൽ ആദ്യത്തെ യൂണിറ്റ് നമുക്ക് നോക്കാം. യൂണിറ്റ് 1 പീലീസ് വില്ലേജ്. അപ്പോൾ നമുക്ക് ഈ പാഠത്തിൽ എന്തൊക്കെ പറയണമെന്ന് നോക്കി നോക്കാം. ഹേ ഫ്രണ്ട്സ്, അവർ സമ്മർ ഹോളിഡേയ്സ് ആർ അബൌട്ട് ടു എൻഡ്. ബിഫോർ ദാറ്റ് പീലി ഹാസ് ഇൻവൈറ്റഡ് ഹെർ ക്ലാസ്മേറ്റ്സ് ടു ഹെർ വില്ലേജ്. അപ്പോൾ എന്താണ് പീലി എന്ത് ചെയ്തു? പീലിയുടെ ക്ലാസ്മേറ്റ്സിനെ പീലിയുടെ വില്ലേജിലേക്ക് ക്ഷണിച്ചു. ഓക്കെ. പീലീസ് 4 ഫ്രണ്ട്സ് ആർ ഗെറ്റിംഗ് പ്രിപ്പയർ ഫോർ ദ ട്രിപ്പ് ടു ദ വില്ലേജ്. അപ്പോൾ ആരൊക്കെയാണ് വരുന്നത്? പീലിയുടെ 4 കൂട്ടുകാരാണ് പീലിയുടെ വില്ലേജിലേക്ക് വരുന്നത്. ഡോണ്ട് യു ഓൾസോ ലൈക്ക് ടു ട്രാവൽ? ഷാൾ വി ഓൾസോ ഗോ ടു ദ പീലീസ് വില്ലേജ് വിത്ത് ദം? അപ്പോൾ എന്താണ്, നമുക്കും പോയി നോക്കാം അവരുടെ കൂടെ പീലിയുടെ വില്ലേജിലേക്ക്. അപ്പോൾ പീലിയുടെ വില്ലേജിൽ എന്തൊക്കെ ഉണ്ട്, എന്തൊക്കെ കാര്യങ്ങളുണ്ടെന്നൊക്കെ നമുക്ക് നോക്കി നോക്കാം. ലെറ്റ്സ് ഗെറ്റ് ടു നോ ഈച്ച് അതർ ബിഫോർ അവർ ട്രിപ്പ്. അപ്പോൾ എന്താണ്, അപ്പോൾ ട്രിപ്പ് പോകുന്നേക്കാൾ മുമ്പ് നമുക്ക് പീലിയുടെ 4 ഫ്രണ്ട്സിനെ ഒന്ന് പരിചയപ്പെടാം. ഐ ആം നീനു. അപ്പോൾ ആദ്യത്തേത് ആരാണ്? ആദ്യത്തേത് നീനു ആണ്. ഐ മൂവ് അറൗണ്ട് ഓൺ എ വീൽ ചെയർ. അപ്പോൾ നീനു എങ്ങനെയാണ്? ഒരു വീൽ ചെയറിലാണ് മൂവ് ചെയ്യുക. മൈ ഹോം ഈസ് അറ്റ് ദ ഗവൺമെൻറ് ഓഫീസേഴ്സ് ക്വാർട്ടേഴ്സ് നിയർ ദ സിറ്റി. അപ്പോൾ സിറ്റിക്ക് അടുത്ത് ഗവൺമെൻറ് ഓഫീസേഴ്സ് ക്വാർട്ടേഴ്സിൻ്റെ അടുത്താണ് നീനുവിൻ്റെ വീട്. ഐ ഹാവ് എ യങ്ങർ ബ്രദർ ഓൾസോ. അപ്പോൾ നീനുവിനൊരു യങ്ങർ ബ്രദർ കൂടെ ഉണ്ട്. ഓക്കെ. ഈ നെക്സ്റ്റ് ആരാ? നെക്സ്റ്റ് ആണ് അപ്പു. മൈ നെയിം ഈസ് അപ്പു. മൈ ഹൗസ് ഈസ് ഇൻ എ സ്ലം ഇൻ ദ സിറ്റി. അപ്പോൾ സിറ്റിയിലാണ് എൻ്റെ വീട് എന്ന് പറയുന്നത്. ഐ ഹാവ് ഓൺലി അമ്മ അറ്റ് ഹോം. അപ്പോൾ എൻ്റെ വീട്ടിൽ എനിക്ക് അമ്മ മാത്രമേ ഉള്ളൂ. മൈ അമ്മ ഈസ് എ വർക്കർ ഇൻ എ ടെക്സ്റ്റൈൽ മിൽ. അപ്പോൾ ടെക്സ്റ്റൈൽ മില്ലിലത്തെ ഒരു വർക്കറാണ് ആര്? എൻ്റെ അമ്മ. ഓക്കെ. ഇനി അടുത്തത് ആരാ? അടുത്തത് വിക്കിയാണ്. അപ്പോൾ വിക്കി നോക്കി നോക്കാം. മൈ നെയിം ഈസ് വിക്കി. അപ്പോൾ എന്താണ്? എൻ്റെ പേര് വിക്കി എന്നാണ്. ഐ ലിവ് ഇൻ ആൻ അപ്പാർട്ട്മെൻറ്റ് ഇൻ ദ സിറ്റി. അപ്പോൾ സിറ്റിയിൽ ഒരു അപ്പാർട്ട്മെൻറ്റിലാണ് ഞാൻ താമസിക്കുന്നത്. മൈ പപ്പ ഈസ് എ ബിസിനസ് മാൻ. അപ്പോൾ എൻ്റെ പപ്പ ആരാണ്? എൻ്റെ പപ്പ ഒരു ബിസിനസ് മാനാണ്. മൈ മോം റൺസ് ഹെർ ഓൺ ടെക്സ്റ്റൈൽ ഷോപ്പ്. അപ്പോൾ അമ്മ എന്താ ചെയ്യുന്നത്? അമ്മയുടെ സ്വന്തം ടെക്സ്റ്റൈൽ ഷോപ്പ് നോക്കി നടത്തുകയാണ്. ഓക്കെ. ഇനി അടുത്തത് ആരാണ്? അടുത്തതാണ് ചമ്മലി. I am Chameli. We are natives of Assam. My ma, papa and I have been living in Kerala for many years. അപ്പോൾ അവർ ആസാംകാരാണ്, പക്ഷേ കുറേ കൊല്ലങ്ങളായിട്ട് എവിടെയാണ്? കേരളത്തിലാണ് താമസിക്കുന്നത്. We came to Kerala when I was 5 years old. അപ്പോൾ എനിക്ക് 5 വയസ്സുള്ളപ്പോഴാണ് ഞാൻ എവിടേക്ക് വന്നത്? കേരളത്തിലേക്ക് വന്നത്. We live in a place where people from other states live together. അപ്പോൾ ഞങ്ങൾ എവിടെയാണ്? ഈ വേറെ സ്റ്റേറ്റിൽ നിന്ന് വരുന്ന ആൾക്കാരൊക്കെ താമസിക്കുന്ന ആ സ്ഥലത്താണ് ഞാനും താമസിക്കുന്നത്. അപ്പോൾ എല്ലാവരും സിറ്റിയിലുള്ള ഫ്രണ്ട്സാണ്. ആരൊക്കെയാണ്? നീനു, അപ്പു, വിക്കി ആൻഡ് ചമ്മലി. ഓക്കെ. അടുത്തത് എന്താ? ഇൻട്രൊഡ്യൂസ് യുവർ സെൽഫ് ആസ് എ 5th പേഴ്സൺ ഇൻ എ ഗ്രൂപ്പ് ബൈ ഡ്രോയിങ് യുവർ പിക്ചർ. അപ്പോൾ എന്താണ്? നിങ്ങളുടെ ഒരു ഇൻട്രൊഡക്ഷൻ എഴുതുക, നിങ്ങളുടെ പിക്ചറും വരയ്ക്കുക. അപ്പോൾ ഒരു എക്സാമ്പിളാണ് ഇവിടെ കൊടുത്തിട്ടുള്ളത്. മൈ നെയിം ഈസ് അരുന്ധതി. ഐ ലിവ് ഇൻ എ ഹൗസ് നിയർ സിറ്റി. മൈ ഫാദർ ഈസ് എൻ എൻജിനീയർ. മൈ മദർ ഈസ് എ ടീച്ചർ. ഐ ഹാവ് 1 സിസ്റ്റർ. ഓക്കെ. അപ്പോൾ എൻ്റെ പേര് അരുന്ധതിയാണ്. എൻ്റെ സിറ്റിക്ക് അടുത്തായിട്ടൊരു വീട്ടിലാണ് ഞാൻ താമസിക്കുന്നത്. എൻ്റെ അച്ഛൻ ഒരു എൻജിനീയറാണ്. എൻ്റെ അമ്മ ഒരു ടീച്ചറാണ്. എനിക്കൊരു സിസ്റ്ററുണ്ട്. ഓക്കെ. ഇനി എന്താ? Guest workers are coming to Kerala from other states. Most of them comes as families from the states of Assam, Bihar, West Bengal and Jharkhand. അപ്പോൾ എന്താണ്? ഗസ്റ്റ് വർക്കേഴ്സ് കേരളത്തിലേക്ക് ഒരുപാട് സ്റ്റേറ്റ്സിൽ നിന്ന് വരുന്നുണ്ട്. അപ്പോൾ ആസാമിൽ നിന്നും ബീഹാറിൽ നിന്നും വെസ്റ്റ് ബംഗാളിൽ നിന്നൊക്കെ ഉള്ള ആൾക്കാർ ഫാമിലീസ് ആയിട്ട് വരുന്നുണ്ട്. Their children are being educated in public schools in Kerala. അപ്പോൾ അവരുടെ കുട്ടികളൊക്കെ എവിടെയാണ് പഠിക്കുക? കേരളത്തിലെ പബ്ലിക് സ്കൂളുകളിൽ പഠിക്കും. ഓക്കെ. ദസ് ചമ്മലി ഈസ് ഓൾസോ സ്റ്റഡിയിങ് ഇൻ കേരള. അപ്പോൾ അങ്ങനത്തെ ഒരു കുട്ടിയാണ് ചമ്മലി. ആ ചമ്മലി പഠിക്കുന്നത് കേരളത്തിലാണ്. ചമ്മലി കോൾസ് ഹർ മദർ ആൻഡ് ഫാദർ മാ ആൻഡ് പപ്പ റെസ്പെക്റ്റീവ്ലി. അപ്പോൾ ചമ്മലി എന്താണ്? ചമ്മലിയുടെ അച്ഛനെയും അമ്മനെയും മാ എന്നും പപ്പ എന്നും ആണ് വിളിക്കുക. ഓക്കെ.
Have you introduced yourself? Try to create an extended personal profile by adding your hobbies, leisure time activities, wishes and dreams along with the information you have already mentioned. Your teacher will also help. അപ്പോൾ എന്താണ് നിങ്ങളിപ്പോൾ ഒരു പ്രൊഫൈൽ ഇപ്പോൾ ഒരു ഇൻട്രൊഡക്ഷൻ തയ്യാറാക്കിയില്ല, അതൊരു ഡീറ്റെയിൽ പേഴ്സണൽ പ്രൊഫൈലായിട്ട് തയ്യാറാക്കുക. അതായത് അതിൽ നിങ്ങളുടെ എല്ലാ കാര്യങ്ങളും ചേർക്കുക, നിങ്ങളുടെ ഹോബീസ് ചേർക്കുക, ലെഷർ ടൈം ആക്ടിവിറ്റീസ്, അതായത് വെറുതെ ഇരിക്കുമ്പോൾ എന്താ ചെയ്യുക, ടി വി കാണും, മൊബൈൽ കളിക്കും, അതുപോലെ പെയിൻറ്റ് ചെയ്യും, അതുപോലെ എന്താണ് നിങ്ങൾ ലെഷർ ടൈമിൽ ചെയ്യുക, അതുപോലെ തന്നെ നിങ്ങളുടെ വിഷസ്, നിങ്ങളുടെ ഡ്രീംസ്, അങ്ങനെ നിങ്ങളുടെ എല്ലാ ഇൻഫോർമേഷനും കൂടി ചേർത്തിട്ട് ഒരു എന്ത് തയ്യാറാക്കുക, ഒരു പേഴ്സണൽ ഇൻഫോർമേഷൻ, ഒരു പ്രൊഫൈൽ തയ്യാറാക്കുക. ഓക്കെ, ലെറ്റ്സ് ഗെറ്റ് റെഡി ഫോർ അവർ ട്രിപ്പ്. അപ്പോൾ നമ്മുടെ ട്രിപ്പിൽ നമുക്ക് റെഡി ആവാം. ടുഡേ വി ആർ ഗോയിങ് ടു അണ്ടർടേക്ക് എ ട്രിപ്പ് വിച്ച് വി ഹാവ് ബീൻ ലോങ്ങിങ് ഫോർ എ ലോങ് ടൈം. അപ്പോൾ എന്താ, ഞങ്ങൾ ഒരുപാട് കാലമായിട്ട് ആഗ്രഹിക്കുന്ന ഒരു ട്രിപ്പിനാണ് ഞങ്ങളിന്ന് പോകുന്നത്. അറ്റ് ലാസ്റ്റ് വി ആർ ലിവിങ് ടുഡേ. അപ്പോൾ ഞങ്ങൾ ലാസ്റ്റ് ഇന്നാണ് പോകുന്നത്. ഐ ട്രൈഡ് റിയലി ഹാർഡ് ടു ഗെറ്റ് പെർമിഷൻ ഫ്രം ഹോം. അപ്പോൾ വീട്ടിൽ നിന്ന് സമ്മതം കിട്ടാൻ വേണ്ടി ഞാൻ ഒരുപാട് ട്രൈ ചെയ്തു. യു നോ ദാറ്റ് ഐ ഡോണ്ട് ഗോ എവ്രിവെയർ. അപ്പോൾ എന്താണ്, ഇതൊരു വീൽ ചെയറിൽ പോകുന്ന കുട്ടി ആയതുകൊണ്ട് എന്താണ്, എല്ലായിടത്തേക്കും ഞാൻ അങ്ങനെ പോവാറില്ല. ഓക്കെ, ഇനി അടുത്ത ആൾ എന്താ പറയണമെന്ന് നോക്കി നോക്കാം. Papa and Mummy reluctantly let me go. They don't allow me to go to places where away alone. അപ്പോൾ എന്താണ്, പപ്പി മമ്മി എന്നെ ഒരു സ്ഥലത്തേക്കും ഒറ്റയ്ക്ക് പോകാനായിട്ട് സമ്മതിക്കാറില്ല. ഐ ഹാഡ് ടു സ്ട്രഗിൾ ഹാർഡ് ടു ഗെറ്റ് കൺസെൻറ്റ്. അപ്പോൾ അവരെ സമ്മതം കിട്ടാൻ വേണ്ടി എനിക്ക് ഒരുപാട് സ്ട്രഗിൾ ചെയ്യേണ്ടി വന്നു, എനിക്ക് ഒരുപാട് ബുദ്ധിമുട്ടേണ്ടി വന്നു. യു ആർ ദ ഓൺലി ഫ്രണ്ട്സ് ഐ ഹാവ് ഹിയർ. അപ്പം നിങ്ങളാണ് എനിക്ക് ആകെ കൂടെ ഇവിടെയുള്ള ഫ്രണ്ട്സ്. മമ്മി ഹാസ് സ്ട്രിക്ട്ലി ആസ്ക്ഡ് മീ നോട്ട് ടു ഈറ്റ് എനിത്തിങ് ഫ്രം ദർ. അപ്പോൾ എന്താണ്, ഇവിടുന്ന് ഒന്നും കഴിക്കരുത് എന്ന് എൻ്റെ അമ്മ സ്ട്രിക്റ്റ് ആയിട്ട് പറഞ്ഞിട്ടുണ്ട്. ഓക്കെ, ഈ നെക്സ്റ്റ് ആൾ എന്താ പറയണമെന്ന് നോക്കിയോ. മൈ ഈസ് ഓൾവേസ് കെയർഡ് വേറെവർ ഐ ഗോ. അപ്പോൾ എവിടെ പോയാലും അമ്മയ്ക്ക് പേടിയാണ്, ഞാൻ എവിടെ പോയാലും അമ്മയ്ക്ക് പേടിയാണ്. മോസ്റ്റ് ഓഫ് ദ പീപ്പിൾ ഹിയർ കീപ്പ് എ ഡിസ്റ്റൻസ് വൈൽ ഡീലിംഗ് വിത്ത് അസ്. അപ്പോൾ ഇവിടുത്തെ എല്ലാ പീപ്പിളും എന്താണ്, ഞങ്ങളായിട്ട് ഡീൽ ചെയ്യുമ്പോൾ കുറച്ച് ഡിസ്റ്റൻസ് വെക്കാറുണ്ട്. ഞാനത് പീലിനോട് പറഞ്ഞതാണ്. ഷി ഹാസ് അഷ്യൂർഡ് ദാറ്റ് നോ വൺ ഇൻ ഹെർ വില്ലേജ് വിൽ കീപ് ഡിസ്റ്റൻസ്. അപ്പോൾ പീലി പറഞ്ഞിട്ടുണ്ട്, പീലിയുടെ വില്ലേജിൽ ആരും അങ്ങനെ ഡിസ്റ്റൻസ് ഒന്നും വെക്കില്ല എന്ന് പറഞ്ഞിട്ടുണ്ട്. ദാറ്റ്സ് വൈ ഐ ആം കമ്മിങ്. അപ്പോൾ അതുകൊണ്ടാണ് എന്ത് ചെയ്യുന്നത്, അതുകൊണ്ടാണ് ഞാൻ വരുന്നത്. അമ്മ ഡിഡ്ന്റ് ഒബ്ജക്റ്റ് ടു. ഐ ആം വെറി ദാറ്റ് ഷി വിൽ ബി അലോൺ അറ്റ് ഹോം വെൻ ഐ ഗോ. അപ്പോൾ എന്താണ്, അമ്മ എതിർപ്പൊന്നും പറഞ്ഞിട്ടില്ല, പക്ഷേ എനിക്ക് പേടിയാണ്, ഞാൻ പോയാൽ അമ്മ ഒറ്റയ്ക്കാണ്. എനിവേ ഇറ്റ്സ് ജസ്റ്റ് ഫോർ എ ടൈം. പക്ഷേ ഇത് കുറച്ച് ഒരു ദിവസത്തിന് വേണ്ടിയിട്ടാണല്ലോ. ഇറ്റ് വിൽ ബി ഓൾ റൈറ്റ്. അപ്പോൾ അതൊക്കെ ശരിയാവും, അങ്ങനെയാണ് ഈ കുട്ടി പറയുന്നത്. ഓക്കെ, aren't you also ready to travel with them? Don't you too have some concerns? Draw yourself below and write your thoughts here. അപ്പോൾ എന്താണ്, അപ്പോൾ ഇതുപോലെ നിങ്ങൾ റെഡിയല്ലേ. അപ്പോൾ ഇവരെ ഓരോരുത്തരും ഇവരുടെ ഓരോ കൺസേൺസ് ആണ് പറയുന്നത് ഇങ്ങോട്ട് വരാനുള്ള. അപ്പോൾ അതുപോലെ നിങ്ങളുടെ കൺസേൺസ് എഴുതി ചേർക്കുക. അപ്പോൾ കൂട്ടുകാരെ കൺസേൺസ്, കൂട്ടുകാരെ പിക്ചർ വരയ്ക്കുക, then കൂട്ടുകാരെ കൺസേൺസ് എഴുതുക. ഒരു എക്സാമ്പിൾ നമുക്ക് നോക്കാം. മൈ ഡാഡ് ആൻഡ് മോം ഇമീഡിയറ്റ്ലി അഗ്രി ലെറ്റ് മീ ഗോ ടു പീലീസ് വില്ലേജ്. അപ്പോൾ എന്താണ്, എൻ്റെ അച്ഛനും അമ്മയും പെട്ടെന്ന് തന്നെ സമ്മതിച്ചു. ബട്ട് ഐ ആം സാഡ് ടു സ്റ്റേ അവേ ഫ്രം മൈ ഫാമിലി. പക്ഷേ എൻ്റെ ഫാമിലിയിൽ നിന്ന് പോകുമ്പോൾ എനിക്ക് കുറച്ച് വിഷമമുണ്ട്. ഓക്കെ, അപ്പോൾ ഇതാണ് ഒരു എക്സാമ്പിൾ. കൂട്ടുകാരെ കൺസേൺ വേണം എഴുതാനായിട്ട്. ഓക്കെ, ഇനി നമുക്ക് അടുത്തത് എന്താണെന്ന് നോക്കി നോക്കാം. ഡോണ്ട് വി മേക്ക് സം പ്രിപ്പറേഷൻ ബിഫോർ എവറി ട്രിപ്പ്. ആണല്ലേ, നമ്മൾ എന്താണ്, ഓരോ ട്രിപ്പ് പോകുമ്പോഴും ഓരോ പ്രിപ്പറേഷൻസ് നമ്മൾ നടത്തും. വി ഓൾസോ ഗെറ്റ് മെൻ്റലി പ്രിപ്പയർഡ് ബേസ്ഡ് ഓൺ അവർ ഡെസ്റ്റിനേഷൻ, പർപ്പസ് ആൻഡ് മോഡ് ഓഫ് ട്രാൻസ്പോർട്ട്. ഡോണ്ട് അവർ തോട്ട്സ് ഓൾസോ കം അലോങ് വിത്ത് ദ തിങ്സ് ഇൻ ദ ബാഗ് വിച്ച് വി സെറ്റ് ഫോർ ദ ട്രിപ്പ്. ലെറ്റ് സീ വാട്ട് ദേ ക്യാരി ഇൻ ദയർ ബാഗ്സ്. അപ്പോൾ എന്തൊക്കെ കൊണ്ടുപോകണം എന്ന കാര്യത്തിലും ഒരു പ്രിപ്പറേഷൻ ഉണ്ടായിരിക്കും, എന്തൊക്കെ കാര്യങ്ങൾ ബാഗിൽ വെക്കണമെന്ന്. അപ്പോൾ എന്തൊക്കെ കൊണ്ടുപോയി എന്ന് നമുക്ക് നോക്കി നോക്കാം. അപ്പോൾ ഈ കുട്ടി എന്താ ചിന്തിക്കുന്നത്, അവളുടെ ബാഗിൽ എന്താണ് ഈ ഇവിടുത്തെ കാണിച്ചിരിക്കുന്ന സാധനങ്ങളൊക്കെ ഉണ്ട്. അപ്പോൾ ആ കുട്ടി ചിന്തിക്കുന്നത് എന്താ, വിൽ അതേഴ്സ് സെറ്റ് മീ അസൈഡ്. ആരെങ്കിലും എന്നെ മാറ്റി നിർത്തുമോ എന്നാണ് ഈ കുട്ടി ചിന്തിക്കുന്നത്. ദെൻ അടുത്ത കുട്ടി എന്താ, വിൽ അമ്മ ബി അലോൺ. അമ്മ തനിച്ചാവുമോ. അപ്പോൾ ആ കുട്ടീൻ്റെ ബാഗിലുള്ള സാധനങ്ങളാണ് അവിടെ പിക്ചറിൽ കൊടുത്തിട്ടുള്ളത്.
Can I visit all the sites there? അപ്പോൾ ഈ കുട്ടി എന്താ ചിന്തിക്കുന്നത്, എനിക്ക് അവിടെ എല്ലാ സൈറ്റ്സും വിസിറ്റ് ചെയ്യാൻ പറ്റുമോ? അപ്പോൾ ആ കുട്ടിയുടെ ബാഗിലുള്ള സാധനം കൊടുത്തിട്ടുണ്ട്. then അടുത്തതോ, will there be facilities of the cities? സിറ്റീസിൻ്റെ ഫെസിലിറ്റീസൊക്കെ അവിടെ ഉണ്ടായിരിക്കുമോ? അപ്പോൾ ആ കുട്ടിയുടെ ബാഗിലുള്ള സാധനങ്ങളും കൊടുത്തിട്ടുണ്ട്. ഇനി നമ്മുടെ ആക്ടിവിറ്റി എന്താണെന്ന് നോക്കി നോക്കാം. വാട്ട് വിൽ യു ടേക്ക് അലോങ് വിത്ത് യു ഫോർ ദ ട്രിപ്പ്? അപ്പോൾ നിങ്ങൾ ട്രിപ്പിന് പോകുമ്പോൾ നിങ്ങൾ എന്തൊക്കെ സാധനങ്ങളാണ് എടുക്കുക? വാട്ട് ആർ ദ തിങ്സ് ദാറ്റ് യു വിൽ തിങ്ക് അബൌട്ട്? എന്തൊക്കെ തിങ്സിനെ കുറിച്ചിട്ടാണ് നിങ്ങൾ ചിന്തിക്കുക? ഡ്രോ യുവർ ബാഗ് ആൻഡ് ബിലോങ്ങിങ്സ് ആൻഡ് റൈറ്റ് യുവർ തോട്ട്സ് ബിലോ ആൻഡ് പ്രസൻറ്റ് ദ സെയിം. അപ്പോൾ എന്ത് ചെയ്യണം? അപ്പോൾ ഇതുപോലെ നിങ്ങളുടെ കൺസേൺ എന്താണെന്ന് വെച്ചാൽ, ക്യാൻ ഐ വിസിറ്റ് ഓൾ ദി സൈറ്റ്സ് ദർ? ക്യാൻ ഐ ഗെറ്റ് ന്യൂ ഫ്രണ്ട്സ്? അങ്ങനെ എന്താണ് നിങ്ങളുടെ കൺസേൺ എന്ന് വെച്ചാൽ നിങ്ങളവിടെ എഴുതുക. ദെൻ നിങ്ങൾ ബാഗിൽ കൊണ്ടുപോകുന്ന സാധനങ്ങൾ അവിടെ വരയ്ക്കുകയും ചെയ്യുക. ഓക്കെ, അപ്പോൾ എന്താണ് ഈ കൺസേണൊക്കെ അവർ ചിന്തിച്ച് സാധനങ്ങളൊക്കെ ബാഗൊക്കെ പാക്ക് ചെയ്തിട്ട് ഇവർ എങ്ങോട്ടാണ് പോകുന്നത്? ഇവർ പീലിയുടെ വില്ലേജിലേക്ക് പോവാണ്. ടു പീലീസ് വില്ലേജ്. ഷാൾ വി സിങ് ആ ട്രാവൽ സോങ് ടുഗെദർ? അപ്പോൾ ആ കുട്ടി, ആ വീൽ ചെയറിലുള്ള കുട്ടി പറയാണ്, നമുക്ക് എല്ലാവർക്കും കൂടെ ഒരു ട്രാവൽ സോങ് പാടിയാലോ എന്ന് പറയാണ്. വി ആർ ഓൺ അവർ വേ ടു സീ ദ വേൾഡ് ആൻഡ് ട്രാവൽ നിയർ ആൻഡ് ഫാർ. അപ്പോൾ അവർ പാട്ടൊക്കെ പാടിയിട്ട് അവരങ്ങനെ പോവാണ്. ഡു യു നോ ആ ട്രാവൽ സോങ്സ്? Connect and present them as a group in class. Write down your favorite travel song below. അപ്പോൾ എന്താണ് നിങ്ങളുടെ ട്രാവൽ സോങ്? നിങ്ങൾ ട്രാവൽ ചെയ്യുമ്പോൾ പാടുന്ന പാട്ട്, നിങ്ങളുടെ ട്രാവൽ സോങ് അവിടെ എഴുതാനാണ് പറഞ്ഞിട്ടുള്ളത്. മാത്രമല്ല അത് ഗ്രൂപ്പൊക്കെ ആക്കിയിട്ട് ക്ലാസ്സിൽ പ്രസൻറ്റ് ചെയ്യുക. ഓക്കെ, ദെൻ പീലീസ് വില്ലേജ്. അപ്പോൾ എന്താണ് ചിത്രത്തിൽ വളരെ മനോഹരമായിട്ടുള്ള പീലിയുടെ ഗ്രാമം, പീലീസ് വില്ലേജ് ആണ്. ഓ, ദാറ്റ് ഈസ് പീലീസ് വില്ലേജ്. അപ്പോൾ ഒരു കുട്ടി ചൂണ്ടിക്കാണിച്ച് പറയുന്നുണ്ട്, ആ കാണുന്നതാണ് എന്ത്? അതാണ് പീലിയുടെ വില്ലേജ്, പീലിയുടെ ഗ്രാമം, പീലീസ് വില്ലേജ്. അപ്പോൾ ആ ബോയ് ചൂണ്ടിക്കാണിച്ചിട്ട് എന്താ പറയുന്നത്? ദർ ഈസ് പീലി. പീലി അവിടെ ഉണ്ട്. അപ്പോൾ പീലി പറയാണ് എന്ത്? ഐ ഹാവ് ബീൻ വെയിറ്റിംഗ് ഹിയർ ഫോർ എ ലോങ് ടൈം. അപ്പോൾ ഞാൻ നിങ്ങളെ കാത്തിരിക്കാനായിട്ട് ഒരുപാട് ടൈമായി. വൈ ആർ യു സോ ലേറ്റ്? അപ്പോൾ നിങ്ങളൊക്കെ എന്താണ് ലേറ്റ് ആയേ എന്ന് പീലിയുടെ ഫ്രണ്ട്സിനോട് ചോദിക്കുകയാണ്. ഓക്കെ, അപ്പോൾ ചിത്രത്തിൽ കാണുന്നതാണ് ആര്? പീലി. അപ്പോൾ എന്താണ്? റൈറ്റ് യുവർ റെസ്പോൺസ് ടു പീലി. അപ്പോൾ പീലിനോട് പറയാൻ സാധ്യതയുള്ള ഏതെങ്കിലും ഒരു കാരണം എഴുതുക. നിങ്ങൾ എന്തുകൊണ്ടാണ് ലേറ്റ് ആയത്? അപ്പോൾ നമുക്കൊരു എക്സാമ്പിൾ നോക്കാം. വി ഗോട്ട് ലേറ്റ് ബിക്കോസ് വി ഗോട്ട് ലോസ് ഇൻ ദ ബ്യൂട്ടി ഓഫ് യുവർ വില്ലേജ്. എന്താണ്? ഈ വില്ലേജിൻ്റെ ബ്യൂട്ടി കണ്ടിട്ട് അങ്ങനെ ഞങ്ങൾ ഈ വില്ലേജിൻ്റെ ബ്യൂട്ടി നോക്കിയിട്ട് സമയം പോയതാണ്. ഓക്കെ, അപ്പോൾ അത് അങ്ങനെ നമുക്ക് പറയാം. ഇനി വേറെ വല്ല കാരണം ഉണ്ടെങ്കിൽ അത് നമുക്ക് പറയാം. കം ലെറ്റ്സ് ഗോ ഹോം. അപ്പോൾ പീലി പറയുന്നുണ്ട്, വാ വീട്ടിലേക്ക് പോവാമെന്ന് പറയുന്നുണ്ട്. വാട്ട് ആർ യുവർ എക്സ്പെക്റ്റേഷൻ അബൌട്ട് പീലീസ് വില്ലേജ്? അപ്പോൾ പീലിയുടെ വില്ലേജിനെ കുറിച്ചിട്ട് നിങ്ങളുടെ എക്സ്പെക്റ്റേഷൻ എന്താണ്? ഒരു ബ്യൂട്ടിഫുൾ ഡെസ്റ്റിനേഷൻ ആയിരിക്കും, അവിടുത്തെ ആൾക്കാരൊക്കെ നൈസ് പീപ്പിൾസ് ആയിരിക്കും, പിന്നെ അവിടെ ട്രാഫിക് ഒന്നും ഉണ്ടാവില്ല, ഒരു സൈലൻ്റ് ആയിട്ടുള്ള ഒരു നല്ലൊരു ഡെസ്റ്റിനേഷൻ തന്നെയായിരിക്കും പീലിയുടെ വില്ലേജ്. ഇമാജിൻ പീലീസ് വില്ലേജ് ആൻഡ് ഡ്രോ ഇറ്റ് ഇൻ യുവർ നോട്ട്ബുക്ക്. യു ക്യാൻ ഓൾസോ റീച്ച് ടു ഔട്ട് ടു യുവർ ടീച്ചർ ഫോർ ഹെൽപ്പ്. അപ്പോൾ എന്താണ് ഈ പീലിയുടെ വില്ലേജ്, ഈ ചിത്രത്തിൽ കണ്ട വില്ലേജും ഒക്കെ നിങ്ങളുടെ ഇമാജിനേഷനും ഒക്കെ കൂടിയിട്ട് നോട്ട്ബുക്കിൽ എന്ത് ചെയ്യണം? പീലിയുടെ വില്ലേജ് ഒന്ന് വരച്ച് നോക്കണം. വാ വീട്ടിലേക്ക് പോവാന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അടുത്തത് എന്താ കാണിക്കുന്നത്? ദിസ് ഈസ് മൈ അമ്മ. അപ്പോൾ പീലി ഫ്രണ്ട്സിന് അമ്മനെ കാണിച്ചു കൊടുക്കുകയാണ്, ഇതാണ് എൻ്റെ അമ്മ. ഓക്കെ, കമോൺ എവ്രിബഡി, യു ഓൾ മസ്റ്റ് ബി ടയേർഡ് ബൈ വാക്കിംഗ് സോ ലോങ്. ലെറ്റ്സ് ഹാവ് എ മീൽ ഫസ്റ്റ്. അപ്പോൾ എന്താണ്? നിങ്ങൾ ഒരുപാട് നേരമായില്ല നടക്കുന്നത്, എല്ലാവരും വായോ, എല്ലാവരും ഇങ്ങോട്ട് വായോ, ഇനി നമുക്ക് മീൽ കഴിക്കാം ആദ്യം എന്നൊക്കെയാണ് അമ്മ പറയുന്നത്. ഓക്കെ, ഐ ഹാവ് ബ്രോട്ട് മൈ ഓൺ ഫുഡ് ഫ്രം ഹോം, ഐ വിൽ ഈറ്റ് ദാറ്റ്. അപ്പോൾ എന്താണ്? അപ്പോൾ ഒരു കുട്ടി പറയാണ് എന്ത്? ഞാൻ എനിക്കുള്ള ഫുഡ് വീട്ടിൽ നിന്ന് കൊണ്ടുവന്നിട്ടുണ്ട്, ഞാൻ അത് കഴിച്ചോളാം എന്ന് പറയാണ്. ഓ ഹൗ ഹൗട്ടി ഹി ഈസ്. അപ്പോൾ ഇവൻ ഇങ്ങനെ, ഇവൻ എന്തൊരു അഹങ്കാരി എന്നാണ് പറയണത്. ഓക്കെ, അപ്പോൾ ഇവൻ്റെ ഈ സംസാരം കേട്ടപ്പോൾ അമ്മ അവനോട് പറയാണ്, ഡിയർ ഈസ് നോട്ട് ദാറ്റ് വാട്ട് യു ഈറ്റ് ഡെയിലി. അപ്പോൾ ഇത് നീ എന്നും കഴിക്കണതല്ലേ, ട്രൈ ഈറ്റിംഗ് ദിസ്, നീ ഇതൊന്ന് കഴിച്ച് നോക്ക്. ദ റൈസ് വി ഈറ്റ് ഫ്രം പാഡി ഗ്രോൺ ഇൻ അവർ ഓൺ ഫീൽഡ്സ്. അപ്പോൾ ഞങ്ങളുടെ സ്വന്തം പാടത്ത് ഉണ്ടാക്കിയിട്ടുള്ളതാണ് ഇതൊക്കെ എന്ന് പറയാണ്. വി
meal it ourselves, and then there is tapioca. There is also fish caught by Peely's father from the river. Fish curry is made by father himself. അപ്പോൾ എന്താണ് പീലിയുടെ അച്ഛൻ പിടിച്ചിട്ടുള്ള മീനാണ് ഇത്. ദെൻ അച്ഛൻ തന്നെ കറി വെച്ചതാണ്. അപ്പോൾ നീ ഇതൊക്കെ ഒന്ന് കഴിച്ച് നോക്ക് അമ്മ അവനോട് പറയാണ്. ഓക്കെ, ദിസ് ഈസ് ദ ഫസ്റ്റ് ടൈം ഐ ആം ഹാവിങ് സച്ച് ഡെലീഷ്യസ് ഫുഡ്. വി ഡോണ്ട് ബൈ എനിത്തിങ് ലൈക്ക് ദിസ് അറ്റ് ഹോം. അപ്പോൾ എന്താണ്, ഞാൻ ആദ്യമായിട്ടാണ് ഇത്രയും ഡെലീഷ്യസ് ആയിട്ടുള്ള ഫുഡ് കഴിക്കുന്നത്. ഞങ്ങളുടെ വീട്ടിൽ ഇങ്ങനത്തെ ഒന്നും മേടിക്കാറ് ഇല്ല എന്ന് ആ കുട്ടി എന്നിട്ട് ഫുഡ് കഴിച്ചിട്ട് പറയാണ്. ഓക്കെ, പീലി, ദിസ് ഫുഡ് ഈസ് റിയലി ഗുഡ്. ഹൗ ഡെലീഷ്യസ് ഇറ്റ് ഈസ്. യു ഷുഡ് ഷെയർ ദ റെസിപ്പി. ഓക്കെ, അപ്പോൾ എന്താണ് പീലിനോട് പറയാണ്, ഈ ഫുഡ് നല്ലൊരു ഫുഡാണ്, നല്ല ഡെലീഷ്യസ് ആയിട്ടുള്ള ഒരു ഫുഡാണ്, നീ എന്തായാലും ഇതിൻ്റെ റെസിപ്പി ഞങ്ങൾക്കൊക്കെ ഒന്ന് പറഞ്ഞു തരണമെന്ന് പറയാണ്. We can ask father himself. Father will be in the field. Go there. You all can see our village too. അപ്പോൾ എന്താണ്, നമുക്ക് അച്ഛനോട് തന്നെ ചോദിക്കാമെന്ന് പീലി പറയും. ഓക്കെ, അപ്പോൾ അമ്മ പറയും എന്ത്, അച്ഛൻ പാടത്തുണ്ട്, നിങ്ങൾക്കപ്പോൾ വില്ലേജും കാണാമല്ലോ, പാടം കാണാമല്ലോ, നിങ്ങൾ അങ്ങോട്ട് പോയിക്കോ എന്ന് പറയും. Shall we interview Peely's father? Prepare a questionnaire for that. Teacher will also help. അപ്പോൾ എന്താണ്, നമുക്ക് ഈ പീലിയുടെ ഫാദറിനോട് എന്ത് ചെയ്യാം, ഒരു ക്വസ്റ്റ്യനെയർ തയ്യാറാക്കാം, ക്വസ്റ്റ്യൻസ് ചോദിച്ചു നോക്കാം. അപ്പോൾ എന്തൊക്കെ ക്വസ്റ്റ്യൻസ് നമുക്ക് ചോദിക്കാനായിട്ട് സാധിക്കും? അപ്പോൾ ഈ കുട്ടികൾ എന്തൊക്കെ ക്വസ്റ്റ്യൻസ് ചോദിച്ചിട്ടുണ്ടാവും? ക്യാൻ യു നറേറ്റ് ഫേമസ് പ്ലേസസ് ഇൻ ദ വില്ലേജ്. അപ്പോൾ ഈ വില്ലേജിൻ്റെ ഫേമസ് ആയിട്ടുള്ള സ്ഥലങ്ങളൊന്നും പറഞ്ഞു തരുമോ? ഹൗ യു കുക്ക് സച്ച് ഡെലീഷ്യസ് ഫിഷ് കറി. എങ്ങനെയാണ് അങ്കിൾ ആ ഡെലീഷ്യസ് ആയിട്ടുള്ള ഫിഷ് കറി ഉണ്ടാക്കിയത്? വാട്ട് ആർ ദ മേജർ വീൽസ് ഇൻ ദ വില്ലേജ്? ഹൗ യു മെയിൻറ്റെയിൻ ദീസ് ഓൾ ക്രോപ്സ് വെൽ. അപ്പോൾ ഇങ്ങനെ ഒരുപാട് ക്വസ്റ്റ്യൻസ് ആര് ചോദിച്ചിട്ടുണ്ടാവും? ഈ കുട്ടികൾ അച്ഛനോട് ചോദിച്ചിട്ടുണ്ടാവും. ഓക്കെ, ദാറ്റ്സ് ഹൗ വി മേക്ക് ഫുഡ്. അപ്പോൾ ഇതിൻ്റെയൊക്കെ ആൻസർ പണ്ട് ലാസ്റ്റ് പറയാണ്, അങ്ങനെയാണ് അപ്പോൾ ഞങ്ങൾ ഫുഡ് ഉണ്ടാക്കുന്നത് എന്ന് അച്ഛൻ പറയാണ്. അപ്പോൾ ഇത് കണ്ടപ്പോൾ ഒരു കുട്ടി പറയാണ്, നൈസ്, ഐ ടു വാണ്ട് ടു ലേൺ ടു കുക്ക് ഓൾ ദീസ്. അപ്പോൾ വീൽ ചെയറിലത്തെ കുട്ടി പറയാണ്, നൈസ്, എനിക്കും ഇതുപോലെ ഫുഡൊക്കെ ഉണ്ടാക്കണമെന്ന്. ഷാൽ വി മേക്ക് എ ഡിഷ് ഫോർ ഫ്രണ്ട്സ്? Prepare a dish using edible items collected from your locality with the help of elders. Prepare and bring it in your classroom. Hope you would share the food items that you bring with everyone in the class. അപ്പോൾ എന്താണ്, കൂട്ടുകാരോട് ഒരു ഫുഡ് ഐറ്റംസ് ഉണ്ടാക്കിയിട്ട് ക്ലാസ്സിലേക്ക് കൊണ്ടുപോയിട്ട് കൂട്ടുകാരുമായി ഷെയർ ചെയ്ത് കഴിക്കാനാണ് പറയുന്നത്. അപ്പോൾ കൂട്ടുകാർ അങ്ങനെ ചെയ്ത് നോക്കുക. ഓക്കെ, നെക്സ്റ്റ് നോക്കി നോക്കാം. ഐ ലൈക്ക് ദിസ് പ്ലേസ് വെരി much, but uncle, I have a doubt. Won't you feel bored without good network coverage and Wi-Fi connectivity? അപ്പോൾ ഒരു കുട്ടി ചോദിക്കുകയാണ്, എനിക്ക് ഈ സ്ഥലം നല്ല ഇഷ്ടപ്പെട്ടു, പക്ഷേ ഇവിടെ എന്താണ് നെറ്റ്വർക്ക് കവറേജും വൈഫൈ കണക്ടിവിറ്റിയും ഒന്നും ഇല്ലാണ്ട് അങ്കിളിന് ബോറടിക്കുന്നില്ലേ എന്ന് ചോദിക്കുകയാണ്. വാട്ട് വിൽ യു ഡു ഇഫ് യു വിഷ് ടു പ്ലേ എ ഗെയിം? പീലി, ഹൗ ഡു യു ഫീൽ ഹാപ്പി വിതൗട്ട് എനി ഗെയിംസ്? ഇഫ് വി വർ ഇൻ സിറ്റി വി കുഡ് ഡു മെനി തിങ്സ്. അപ്പോൾ എന്താണ്, ഗെയിമൊക്കെ കളിക്കാണ്ട് നീ എങ്ങനെയാണ് പീലി ഹാപ്പി ആയിട്ട് നടക്കുക? ഇപ്പോൾ നഗരത്തിലാണെങ്കിൽ സിറ്റിയിലാണെങ്കിൽ നമുക്ക് ഒരുപാട് ഗെയിമൊക്കെ കളിക്കാൻ പറ്റുമെന്ന് പറയാണ്. ഐ തിങ്ക് ദിസ് പ്ലേസ് ഈസ് മോർ ഇൻട്രസ്റ്റിംഗ് ദാൻ ദ സിറ്റി. അപ്പോൾ വേറൊരു കുട്ടി പറയാണ്, എന്ത്, എനിക്ക് തോന്നുന്നത് എന്താണ്, ഈ സ്ഥലം, ഈ വില്ലേജ് ആണ് സിറ്റീനേക്കാൾ ഒന്നും കൂടി ഇൻട്രസ്റ്റ് ആയിട്ടുള്ളത് എന്ന് പറയാണ്. അപ്പോൾ എന്താ പീലിയുടെ അച്ഛൻ പറഞ്ഞു കൊടുക്കുകയാണ്, ദർ ആർ വേരിയസ് ഗെയിം ഹിയർ ടു. അപ്പോൾ വൈഫൈ ഇല്ലാണ്ട് കളിക്കാൻ പറ്റുന്ന ഇവിടെയും ഒരുപാട് കളികളുണ്ടെന്ന് പറയാണ്. കം ഓൺ, ലെറ്റ്സ് ഗോ ആൻഡ് സീ ഹൗ ദ ചിൽഡ്രൻ ആർ പ്ലേയിങ് ആൻഡ് ഹാവിങ് ഫൺ ഹിയർ. അപ്പോൾ വായോ, ഇവിടുത്തെ കുട്ടികളൊക്കെ എങ്ങനെ കളിക്കണമെന്ന് നമുക്ക് നോക്കി നോക്കാം, വായോ എന്ന് പറഞ്ഞിട്ട് അച്ഛൻ അവരെ വിളിക്കുകയാണ്. Come on, we also go with Peely's father and see the different streams of fun in the village. അപ്പോൾ നമുക്കും എന്ത് ചെയ്യാം, പീലിയുടെ അച്ഛൻ്റെ കൂടെ പോയിട്ട് ഈ വില്ലേജിലത്തെ ഓരോ ഫൺ ഗെയിംസ് ഒന്ന് നോക്കി നോക്കാം. You too have experienced moments of happiness in your life, haven't you?
All things make you happy with the help of digital devices in the school. Make a selfie video titled My Happiness Under the Supervision of Your Teacher. അപ്പം നിങ്ങൾക്ക് എന്താണ് ഹാപ്പി ആക്കുന്നത് എന്ന് വെച്ചാൽ നിങ്ങളോടത് എന്താണ് ഒരു സെൽഫി വീഡിയോ ആക്കിയിട്ട് ചെയ്യാൻ പറഞ്ഞിട്ടുള്ളതാണ്. അപ്പോൾ ഇതൊക്കെ കൂട്ടുകാർ സ്കൂളിൽ ചെയ്യേണ്ട ആക്ടിവിറ്റീസ് ആണ്. ഓക്കെ, നമുക്ക് അടുത്തത് നോക്കി നോക്കാം. ദ റൂസ്റ്റിക് ബ്യൂട്ടി. വാക്ക് ത്രൂ പീലീസ് വില്ലേജ് ആൻഡ് സീ ഹൗ സിമ്പിൾ ആൻഡ് ബ്യൂട്ടിഫുൾ ഇറ്റ് ഈസ്. അപ്പോൾ നമുക്ക് എന്ത് ചെയ്യാം, പീലിയുടെ വില്ലേജിലൂടെ നടന്നിട്ട് പീലിയുടെ വില്ലേജ് എത്ര ബ്യൂട്ടിഫുൾ ആണ്, എത്ര സിമ്പിൾ ആണ് എന്നൊക്കെ നമുക്ക് നോക്കി നോക്കാം. Villagers come to the weekly markets to buy and sell the locality produced goods. അപ്പോൾ എന്താണ്, വില്ലേജേഴ്സ് വീക്കിലി വന്നിട്ട് എന്ത് ചെയ്യും, മാർക്കറ്റിൽ പോയിട്ട് സാധനം വാങ്ങും വിൽക്കും ഒക്കെ ചെയ്യും. ഓക്കെ, അപ്പോൾ അതിൻ്റെ ഒരു പിക്ചറാണ് ഇവിടെ കൊടുത്തിട്ടുള്ളത്. ഓക്കെ, ദർ ആർ വീക്ക്ലി, റെഗുലർ ആൻഡ് ഈവനിങ് മാർക്കറ്റ്സ് ഇൻ യുവർ ലൊക്കാലിറ്റി, റൈറ്റ്. അപ്പോൾ എന്താണ്, നിങ്ങളുടെ ലൊക്കാലിറ്റിയിൽ എന്തൊക്കെയുണ്ട്, ഈവനിങ് മാർക്കറ്റ്സും റെഗുലർ, വീക്ക്ലി അങ്ങനെ കുറേ മാർക്കറ്റ്സ് ഉണ്ട്. വിസിറ്റ് market with your elders, observe the activities here and present notes. അപ്പോൾ അങ്ങനത്തെ ഒരു മാർക്കറ്റിൽ പോയി നോക്കിയിട്ട് അവിടുത്തെ എന്തൊക്കെ ആക്ടിവിറ്റീസ് ആണ് അവിടെ നടക്കുന്നത് എന്ന് ഒരു നോട്ട് തയ്യാറാക്കാൻ. ഓക്കെ. Pili's father gifted her friends that made a coconut fronds, baskets and clothes. അപ്പോൾ എന്താണ്, പീലിയുടെ ഫാദർ പീലിയുടെ ഫ്രണ്ട്സിന് ഗിഫ്റ്റ് ചെയ്ത ഐറ്റംസ് ആണ് എന്താണ്, കോക്കനട്ട് ഫ്രോൺസ്, ബാസ്ക്കറ്റ്സ്, അതുപോലെ തന്നെ ക്ലോത്ത്സ്. ഒക്കെ. വാട്ട് തിങ്സ് ക്യാൻ യു മേക്ക് ഔട്ട് ഓഫ് കോക്കനട്ട് ഫ്രോൺ, പേപ്പർ എക്സെട്ര, എക്സ്പീഡ് യുവർ പ്രൊഡക്ട്സ് ഇൻ ദ ക്ലാസ്. അപ്പോൾ എന്താണ്, നമുക്ക് കോക്കനട്ടിൻ്റെ ആ ലീഫ് വെച്ചിട്ട് അതുപോലെ തന്നെ എന്താണ് പേപ്പർ ഉപയോഗിച്ച് നമുക്ക് ഒരുപാട് സാധനങ്ങൾ ഉണ്ടാക്കാൻ അറിയാം. അപ്പോൾ അതൊക്കെ കൂട്ടുകാർ ഉണ്ടാക്കിയിട്ട് ക്ലാസ്സിൽ പ്രസൻറ്റ് ചെയ്യുക. There are many such ponds in this village. My friends and myself learned to swim in these ponds. അപ്പോൾ എന്താണ്, പീലിയുടെ ഫ്രണ്ട്സിന് കാണിച്ചു കൊടുക്കാൻ ഇതുപോലെ ഒരുപാട് പോണ്ട്സ് ഈ വില്ലേജിൽ ഉണ്ട്. ഞാനും എൻ്റെ ഫ്രണ്ട്സും ഒക്കെ ഈ പോണ്ടിൽ നിന്നാണ് എന്ത് ചെയ്യാൻ പഠിച്ചത്, നീന്താൻ പഠിച്ചത്. ഓക്കെ. ഓ ഹൗ ഹാപ്പി ഐ ആം വെൻ ഐ സീ ദം ഓൾ എൻജോയിങ്. അപ്പോൾ ഇവരൊക്കെ എൻജോയ് ചെയ്യുന്നത് കാണുമ്പോൾ ഞാൻ എന്തൊരു ഹാപ്പിയാണ് ആ വീൽ ചെയറിലിരിക്കുന്ന കുട്ടി പറയാണ്. ഓക്കെ. ഇനി നെക്സ്റ്റ് നോക്കാം. ബൾബ് സഫറിംഗ് കോമ്പറ്റീഷൻ. എന്താണ്, കാലപ്പൂട്ട് മത്സരം. ആർ ഹെൽഡ് ഇൻ ഫീൽഡ്സ് ദാറ്റ് ഹാവ് ബീൻ പ്ലഫ്ഡ് ഫോർ എ സെക്കൻഡ് ക്രോപ്പ് ആഫ്റ്റർ ഹാർവസ്റ്റ്. അപ്പോൾ എന്താണ്, ഈ കാളപ്പൂട്ട് മത്സരം അവിടെ നടക്കുന്നുണ്ട്. അപ്പോൾ അതും പീലി ഫ്രണ്ട്സിന് കാണിച്ചു കൊടുക്കുകയാണ്. അടുത്തത് എന്താ, പീലി ഒരു ഫെസ്റ്റിവൽ കാണിച്ചു കൊടുത്ത് പറയാണ് എന്ത്, ദിസ് ഈസ് ദ ഫെസ്റ്റിവൽ ഇൻ അവർ വില്ലേജ്. അപ്പോൾ ഞങ്ങളുടെ വില്ലേജിലത്തെ ഫെസ്റ്റിവലാണ് ഇത്. എന്താണ്, ആറൻറ്റ് യു ദ ഡിഫറെൻറ്റ് കൈൻഡ്സ് ഓഫ് ഫെസ്റ്റിവൽ ഇൻ യുവർ ലൊക്കാലിറ്റി ടു. അപ്പോൾ ഇതുപോലെ ഒരുപാട് തരം ഫെസ്റ്റിവൽസ് നമ്മുടെ ലൊക്കാലിറ്റിയിലുമുണ്ട്. ആസ് ദ എൽഡേഴ്സ് ഇൻ യുവർ ഫാമിലി അബൌട്ട് ദ സെലിബ്രേഷൻ സച്ച് ആസ് ഫെസ്റ്റിവൽസ്, ഫീസ്റ്റ്, ഉറൂസ്, ഫെയർ, സ്പോർട്സ്, കോമ്പറ്റീഷൻ എക്സെട്ര ആൻഡ് പ്രിപ്പയർ എ ഡിസ്ക്രിപ്ഷൻ. ഷെയർ യുവർ experiences in the class of watching and enjoying these fests with the elders in the family. അപ്പോൾ എന്താണ്, നിങ്ങൾ അവിടുത്തെ ഫെസ്റ്റിവൽസിനെ കുറിച്ചിട്ട് നിങ്ങളുടെ എൽഡേഴ്സിനോട് ചോദിച്ച് മനസ്സിലാക്കിയിട്ട് കുറിപ്പ് തയ്യാറാക്കാൻ, ഷോർട്ട് നോട്ട് പ്രിപ്പയർ ചെയ്യാൻ. അപ്പോൾ എന്താണ്, പീലിയുടെ അവിടുത്തെ വില്ലേജിലത്തെ ഫെസ്റ്റിവലാണ് ചിത്രത്തിൽ കൊടുത്തിട്ടുള്ളത്. You are returning with your friends and Pili at night after watching the sights in this village. How about composing and singing a song? At this time shall we compose a song titled My Village. Write a song covering the villages you have seen and Pili's village and sing it in your classroom in your own rhythm. അപ്പോൾ എന്താണ്, ക്ലാസ് റൂമിൽ അവതരിപ്പിക്കേണ്ട ഒരു ആക്ടിവിറ്റിയാണ്. അപ്പോൾ ഇത് കൂട്ടുകാർ അവതരിപ്പിച്ച് നോക്കുക. Find a spot in your place where you see a night view. What are the sights do you see? Let's draw them. Organize a picture exhibition in the class with all the pictures drawn by all of you under the title My Night and Sky. അപ്പോൾ ഇതും കൂട്ടുകാർ ക്ലാസ്സിൽ അവതരിപ്പിക്കേണ്ട ഒരു ആക്ടിവിറ്റിയാണ്. എന്താണ്, പീലിയുടെ വില്ലേജിലത്തെ നൈറ്റ് വ്യൂ ആണ് പിക്ചറിൽ കൊടുത്തിട്ടുള്ളത്. അപ്പോൾ ഇതുപോലെ കൂട്ടുകാരുടെ വില്ലേജിൽ അല്ലെങ്കിൽ കൂട്ടുകാർ താമസിക്കുന്ന സ്ഥലത്ത് ഏതെങ്കിലും ഒരു നൈറ്റ് വീഡിയോ കാര്യങ്ങളോ ഉണ്ടെങ്കിൽ അതിൻ്റെ പിക്ചറൊക്കെ വരച്ചിട്ട് ഡിസ്ക്രിപ്ഷനൊക്കെ തയ്യാറാക്കുക. പീലി, ഹൗ ഹാപ്പി ഈസ് യുവർ വില്ലേജ് ആൻഡ് ദ വില്ലേജേഴ്സ്. അപ്പോൾ എന്താണ്, പീലിയുടെ ഒരു ഫ്രണ്ട് പറയുകയാണ് എന്ത്, പീലി ഹൗ ഹാപ്പി ഈസ് യുവർ, നിൻ്റെ വില്ലേജും നിൻ്റെ വില്ലേജിലത്തെ ആൾക്കാരും എന്ത് മാത്രം ഹാപ്പിയാണ് പീലി എന്ന്
പറയാണ്. ഓക്കെ, ഇനി മറ്റേ ഫ്രണ്ട് എന്താ പറയുന്നത്, ഐ ജസ്റ്റ് കാൺ വെയിറ്റ് ടു ടെൽ അമ്മ അബൌട്ട് ദീസ് സൈറ്റ്സ്. അപ്പോൾ ഈ സൈറ്റ്സിനെ കുറിച്ചിട്ട് എൻ്റെ അമ്മേനോട് പറയാൻ വേണ്ടിയിട്ട് ഞാൻ വെയിറ്റിംഗ് ആണ് എന്ന് പറയാണ്. ഓക്കെ, I thought the city life alone has fun. That thought changed after this trip. അപ്പോൾ ഞാൻ വിചാരിച്ചത് എന്തായിരുന്നു, ഒറ്റയ്ക്കുള്ള സിറ്റി ലൈഫായിരിക്കും ഫൺ എന്നായിരുന്നു. പക്ഷേ ഈ ട്രിപ്പിന് ശേഷം ആ ചിന്താഗതി എല്ലാം മാറി. ഓക്കെ, ഇനി അടുത്ത ആളെന്താ പറയുന്നത്, മൈ മാ ഹാസ് ടോൾഡ് മീ ദാറ്റ് മൈ നേറ്റീവ് വില്ലേജ് ഈസ് ഓൾസോ ലൈക്ക് ദീസ്. അപ്പോൾ എൻ്റെ അമ്മ പറഞ്ഞിട്ടുണ്ട് എൻ്റെ നേറ്റീവ്, ഞാൻ ജനിച്ചിട്ടുള്ള വില്ലേജും ഇതുപോലെ തന്നെയാണെന്ന്. ഫ്രണ്ട്സ്, who visited Pili's village with you have shared their opinion. Don't you also have something to say about Pili's village? അപ്പോൾ എന്താണ്, ഇപ്പോൾ ഇവരും പറഞ്ഞ പോലെ നമ്മളും പീലിയുടെ വില്ലേജിലേക്ക് പോയതാണ്. അപ്പോൾ കൂട്ടുകാരുടെ ഒപ്പീനിയൻ എന്താണെന്ന് വെച്ചാൽ കൂട്ടുകാർ എഴുതി കൊടുക്കുക. Before starting the trip, you might have had different preconceived notions about Pili's village, the ways of happiness and the life of other people. You had always viewed the world through such thoughts till then, hadn't you? Didn't you give up many such preconceived notions during this journey? Did you gain some new experiences and knowledge? Let's listen to Pili's friends. അപ്പോൾ എന്താണ്, ഇങ്ങോട്ട് പീലിയുടെ വില്ലേജിലേക്ക് പോകുന്നതിന് മുമ്പ് എന്തായിരുന്നു നമ്മുടെ തോട്ട്സ്, നമ്മുടെ ചിന്തകളൊക്കെ വേറൊരു രീതിയിലായിരുന്നു അല്ലേ. അപ്പോൾ നമുക്ക് പീലിയുടെ ഫ്രണ്ട്സിൻ്റെ പുതിയ എക്സ്പീരിയൻസും അവിടുന്ന് കിട്ടിയ അറിവും കാര്യങ്ങളൊക്കെ ഒന്ന് നോക്കി നോക്കാം. I thought I would be happy only with the advanced facilities in the city. Such a thought has changed. അപ്പോൾ എന്താണ് ഞാൻ വിചാരിച്ചിരുന്നത്, എന്താണ് ഈ അഡ്വാൻസ്ഡ് ഫെസിലിറ്റീസ് ഉണ്ടെങ്കിൽ മാത്രമേ എനിക്ക് സന്തോഷം കിട്ടുള്ളൂ എന്നാണ്. പക്ഷേ ആ ചിന്ത ഫുള്ള് മാറി. ഐ വാസ് തിങ്കിങ് ദ സെയിം ആസ് വിക്കി സെഡ്. അപ്പോൾ എന്താണ്, വിക്കി പറഞ്ഞ പോലെ തന്നെയായിരുന്നു ഞാനും വിചാരിച്ചിരുന്നത്. വി ഹാഡ് അവർ ഓൺ ഹാപ്പിനെസ് ദർ. ഐ അണ്ടർസ്റ്റാൻഡ് that there is happiness everywhere. അപ്പോൾ എന്താ, നമുക്ക് നമ്മുടേതായ ഒരു സന്തോഷം അവിടെ ഉണ്ട്. മാത്രമല്ല ഞാൻ മനസ്സിലാക്കിയത് എല്ലായിടത്തും നമുക്ക് സന്തോഷം കിട്ടുമെന്ന്. ഓക്കെ, ഐ വാസ് അഫ്രൈഡ് ദാറ്റ് എവ്രി വൺ വുഡ് സീ മീ ആസ് എ കിഡ് ഫ്രം അനദർ സ്റ്റേറ്റ് ആൻഡ് മൈറ്റ് സെറ്റ് മീ അസൈഡ്. ഇറ്റ് ഹാസ് ചേഞ്ച്. അപ്പോൾ എന്താണ്, വേറൊരു രാജ്യത്തുള്ള കുട്ടി, വേറെ ഒരു സ്റ്റേറ്റിലുള്ള ഒരു കുട്ടി എന്ന ഒരു ഇതെനിക്ക് തന്നിട്ട് എല്ലാവരും എന്നെ മാറ്റി നിർത്തുമെന്നായിരുന്നു ഞാൻ വിചാരിച്ചിരുന്നത്. പക്ഷെ എന്താണ്, ആ ചിന്ത മാറി. I never thought I could experience these sights and enjoy. ഇപ്പം ഞാൻ തീരെ വിചാരിച്ചിരുന്നില്ല എനിക്കിതൊക്കെ കാണാൻ പറ്റും, എൻജോയ് ആക്കാൻ പറ്റുമെന്ന്. These children have corrected their preconceived notion. Having you two have traveled through Pili's village. What are the new piece of information you gained during this journey? Share your experience with your friends. അപ്പോൾ എന്താണ്, ഇവർ ചിന്തിച്ചിട്ടുണ്ടായിരുന്ന കാര്യങ്ങളൊക്കെ ഇവർ മാറ്റിയിട്ട് പുതിയ കാര്യങ്ങളാണ് ഇവർക്ക് അവിടുന്ന് കിട്ടിയ കാര്യങ്ങളും അവർ എന്തുമാത്രം ചേഞ്ച് ആക്കി എന്ന കാര്യങ്ങളൊക്കെയാണ് ഇവിടെ പറഞ്ഞിട്ടുള്ളത്. അപ്പോൾ ഇതുപോലെ നമ്മളും അവരുടെ കൂടെ എങ്ങോട്ട് പോയതാണ്, പീലിയുടെ വില്ലേജിലേക്ക് പോയതാണ്. അപ്പോൾ നമ്മുടെ കാഴ്ചപ്പാട് എന്തൊക്കെ മാറിയെന്ന് വെച്ചാൽ, കൂട്ടുകാരുടെ കാഴ്ചപ്പാട് എന്തൊക്കെ മാറിയെന്ന് വെച്ചാൽ അവിടെ എഴുതി കൊടുക്കുക. ഓക്കെ, അപ്പോൾ ഇതാണ് നമ്മുടെ ഫസ്റ്റ് ലെസൺ ആയിട്ടുള്ള പീലീസ് വില്ലേജ്. ഓക്കെ, അപ്പോൾ കൂട്ടുകാർക്ക് ഈ ക്ലാസ് യൂസ്ഫുൾ ആയെന്ന് വിചാരിക്കുന്നു. അപ്പോൾ ഇതിൻ്റെ നോട്ട്സും കാര്യങ്ങളൊക്കെ വേണമെങ്കിൽ കമൻറ്റ് ബോക്സിൽ ഇടുക. ഓക്കെ, അപ്പോൾ കൂട്ടുകാർക്ക് ഈ വീഡിയോ യൂസ്ഫുൾ ആയെന്ന് വിചാരിക്കുന്നു. താങ്ക്സ് ഫോർ വാച്ചിങ്.